കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രം 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണ്. ചേരനാടിൻ്റെ ശ്രീരംഗം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ചരിത്രപരമായും ആത്മീയമായും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായുള്ള ഇതിൻ്റെ ബന്ധം ഏറെ സവിശേഷമാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ കേരള തമിഴ്നാട് അതിർത്തിക്കടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോതയാർ, പഹറളി, താമരഭരണി എന്നീ നദികളാൽ 3 വശവും ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 55 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡ് മാർഗം പോവുകയാണെങ്കിൽ മാർത്താണ്ഡത്ത് നിന്ന് ഏകദേശം 6 കിലോമീറ്റർ, നാഗർകോവിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം 30 കിലോമീറ്റർ, തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 50-54 കിലോമീറ്റർ. ഇനി റെയിൽ മാർഗം വരികയാണെങ്കിൽ കുഴിത്തുറ, മാർത്താണ്ഡം അല്ലെങ്കിൽ ഇരണിയൽ എന്നിവയൊക്കെയാണ് അടുത്തുള്ള സ്റ്റേഷനുകൾ. നാഗർകോവിൽ ജംഗ്ഷൻ ഏകദേശം 30 കിലോമീറ്റർ പ്രധാന റെയിൽവേ ഹബ്ബാണ്. ഇനി വിമാനമാർഗം വരുന്നവർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. ഏകദേശം 50 കിലോമീറ്റർ അവിടെ നിന്നും ദൂരമുണ്ട്. ഇനി ഇതിൻ്റെ ചരിത്രത്തിലേക്കും ഐതിഹ്യത്തിലേക്കുമൊക്കെ കടക്കാം. ഏകദേശം 2500 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയതെന്ന് ഐതിഹ്യം പറയുന്നു. 1000 രാജാക്കന്മാരുടെയും പിന്നീട് വേണാട്, തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും പ്രധാന ഒരു ആരാധനാകേന്ദ്രമായിരുന്നു ഇത്. ഇനി ഐതിഹ്യത്തിലേക്ക് വരികയാണെങ്കിൽ ബ്രഹ്മാവ് നടത്തിയ യാഗാഗ്നിയിൽ നിന്നുണ്ടായ കേശൻ, കേശി എന്നീ അസുരന്മാരെ വധിച്ച് വിഷ്ണു ഭഗവാൻ ആദികേശവനായി ഇവിടെ ശയിക്കുന്നു എന്നാണ് വിശ്വാസം. ഇനി രാജകുടുംബവുമായ ബന്ധം. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പരദേവതാ ക്ഷേത്രമാണിത്. 1741 കുളച്ചൽ യുദ്ധത്തിന് മുൻപ് ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇവിടെ തൻ്റെ ഉടവാൾ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് വിശ്വാസം. ഇനി പ്രതിഷ്ഠയിലേക്ക് വരാം. ഭുജംഗ ശയന രൂപത്തിലുള്ള അല്ലെങ്കിൽ അനന്തശയനം ആദികേശവ പെരുമാളാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. 22 അടിയോളം നീളമുള്ള ഒരു വിഗ്രഹമാണിത്. ഇത് 16,008 സാളഗ്രാമങ്ങൾ ചേർത്തുള്ള കടുശർക്കര യോഗം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാളഗ്രാമങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് ഇതിൽ പ്രതിപാദിക്കുന്നതാണ്. ഇനി ദർശനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വിഗ്രഹത്തിൻ്റെ വലിപ്പം കാരണം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ തന്നെ 3 വാതിലുകളിലൂടെയാണ് തല, ഉടൽ, പാദം നമുക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുക. ഇനി പ്രത്യേകത, ഭഗവാന്റെ പാദത്തിനരികിലായി ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് ഹരിഹര ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി പത്മനാഭസ്വാമി ക്ഷേത്രവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. ഈ 2 ക്ഷേത്രങ്ങളെയും സഹോദര ക്ഷേത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ആദികേശവനെ പത്മനാഭസ്വാമിയുടെ ജ്യേഷ്ഠനായിട്ടാണ് കരുതുന്നത്. ശയിക്കുന്ന ദിശയിലും ഒരു പ്രത്യേകതയുണ്ട്. പത്മനാഭസ്വാമി കിഴക്കോട്ട് നോക്കി ശയിക്കുമ്പോൾ ആദികേശവൻ പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് നോക്കിയാണ് ശയിക്കുന്നത്. ഇനി നിർമ്മാണ മാതൃക. തിരുവട്ടാർ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുനർനിർമ്മിച്ചിരിക്കുന്നത്. ഇനി പൂജാ സമയങ്ങളും വഴിപാടുകളെക്കുറിച്ചും ഒന്ന് നോക്കാം. കേരളീയ തനിമയുള്ള തന്ത്രവിധി പ്രകാരമാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. സമയം രാവിലെ വെളുപ്പിന് 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും പിന്നീട് വൈകിട്ട് 5 മണി മുതൽ വൈകിട്ട് ഏകദേശം 8 മണിയോട് വരെയുമാണ് പൂജാസമയം. ഇനി പ്രധാന വഴിപാടുകൾ പാൽപ്പായസം, അവൽ, അപ്പം. ഇനി നമുക്ക് പ്രധാന ഉത്സവങ്ങളിലേക്ക് വരാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് പങ്കുനി ഉത്സവം. അത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന ഒരു 10 ദിവസത്തെ ഒരു ഉത്സവമാണത്. ഇനി മറ്റൊന്ന് ഐപ്പസി ഉത്സവമാണ്. അത് ഏകദേശം ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ്. ഇനി വൈകുണ്ഠ ഏകാദശി വളരെ പ്രധാനമായിട്ട് ആഘോഷിക്കുന്നു. ഇനി ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത സൂര്യരശ്മി ദർശനം എന്നുള്ള ഒരു പ്രതിഭാസമാണ്. അതായത് വർഷത്തിൽ 2 തവണ അസ്തമയ സൂര്യൻ്റെ രശ്മികൾ നേരിട്ട് വിഗ്രഹത്തിൽ പതിക്കുന്ന ഒരു പ്രതിഭാസം ഇവിടെ കാണാവുന്നതാണ്. അത് മാർച്ച്, ഏപ്രിൽ, അതായത് പങ്കുനി മാസം തമിഴിൽ ഏകദേശം 3 മുതൽ 9 വരെയുള്ള തീയതികളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. സൂര്യാസ്തമന സമയത്ത് ആണ് ഈ പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ സെപ്റ്റംബർ, ഒക്ടോബർ തമിഴിൽ പുരട്ടാശി മാസം, അതിൽ 3 മുതൽ 9 വരെയുള്ള തീയതികളിൽ സൂര്യാസ്തമന സമയത്ത് നമുക്ക് ഈ പ്രതിഭാസം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അസ്തമയ സൂര്യൻ്റെ രശ്മികൾ ക്ഷേത്രത്തിനുള്ള വിഗ്രഹത്തിൽ നേരിട്ട് പതിക്കുന്ന ഒരു അപൂർവ പ്രതിഭാസമാണിത്.
ഇനി ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവമാണ് ശിവാലയ ഓട്ടം. മഹാശിവരാത്രി നാളിൽ 12 ശിവക്ഷേത്രങ്ങളിലൂടെ ഓടുന്ന ഭക്തർ യാത്ര അവസാനിപ്പിക്കുന്നത് ആദികേശവന്റെ പാദങ്ങളിലാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ഓട്ടങ്ങൾ തമിഴ്നാട്ടിലെ മറ്റു പല ക്ഷേത്രങ്ങളിലുമെല്ലാം ഉള്ളതാണ്. അതിനെക്കുറിച്ചൊരു വളരെ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. അത് ഞാൻ ഒന്ന് പറയട്ടെ. അത് ഒരു ശൈവ വൈഷ്ണവ വിശ്വാസങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണിത്. അതായത് ഭാരതത്തിലെ തന്നെ സവിശേഷമായ ആചാരങ്ങളിലൊന്നാണ് ഈ ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്. അതായത് 12 ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു മാരത്തോൺ ഓട്ടം ആണിത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ആത്മീയമായി തിരുവട്ടാർ ആദികേശവ ക്ഷേത്രവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ വിഷ്ണുവും ശിവനും ഭീമൻ്റെ ഒരു അഹങ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണിത്. അതായത് ശിവഭക്തനും അതോടൊപ്പം തന്നെ എന്നാൽ വിഷ്ണുനാമം കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്തതുമായ ഒരു പുരുഷമൃഗം എന്ന ഒരു ജീവിയുണ്ട്. ആ ജീവിയും ഈ കഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ കഥയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് സാളഗ്രാമത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ട്. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ കാണപ്പെടുന്ന മഹാവിഷ്ണുവിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന വിശുദ്ധമായ അമോണൈറ്റ് ഫോസിൽ കല്ലുകളാണ് ഈ സാളഗ്രാമം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയിൽ സ്വാഭാവികമായിട്ട് കാണുന്ന ചക്രത്തിൻ്റെ ആകൃതിയിലുള്ള ചില ചിഹ്നങ്ങൾ ഇതിൽ കാണപ്പെടുന്നത് സ്വാഭാവികമായി ഇതിലുള്ളതാണ്. അതുകൊണ്ട് ഇത് സുദർശന ചക്രവുമായിട്ട് സാമ്യമുള്ളതിനാൽ ഇതിനെ വളരെ ദിവ്യ വസ്തുവായിട്ടാണ് പണ്ട് കണക്കാക്കിയിരുന്നത്. കേരളത്തിലെ നമ്പൂതിരി ഇല്ലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ദേവതാമൂർത്തിയായിട്ട് സാളഗ്രാമത്തെ പൂജിക്കുന്ന ഒരു രീതിയുമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഉത്ഭവം നേപ്പാളിലെ കാളി ഗണ്ഡകി നദിയാണ്. രൂപം ചിലത് ഒരു ഗോളത്തിൻ്റെ ആകൃതിയാണ്. അതിൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ സാളഗ്രാമം പൂജിക്കുന്ന സർവ്വഗുണങ്ങളും സമ്പത്തും സന്തോഷവും നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ പൂജ നടത്തുന്ന പൊതുവെ തുളസി ഉപയോഗിച്ചിട്ടാണ് പൂജിക്കുന്നത്. സാളഗ്രാമത്തിൽ തളിക്കുന്ന ജലം തീർത്ഥമായിട്ട് സേവിക്കാറുമുണ്ട്. അപ്പോൾ ഞാൻ ഈ കഥ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഐതിഹ്യമായിട്ട് ഈ സാളഗ്രാമത്തിന് ബന്ധമുണ്ട്. അതോടൊപ്പം ഞാൻ മുൻപ് പറഞ്ഞു ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് തിരുവട്ടാറിലെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നതിൽ സാളഗ്രാമവും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ പുരുഷമൃഗം എന്ന ജീവിയെക്കുറിച്ചും ഞാനൊന്ന് സംസാരിക്കാം. പുരാണങ്ങളിലെ ഒരു വിചിത്ര ജീവിയാണിത്. ദക്ഷിണ ഭാരതത്തിലെ മഹാഭാരത കഥകളിൽ കാണപ്പെടുന്ന മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ശരീരവുമുള്ള നമ്മുടെ ഈജിപ്ഷ്യൻ മൈത്തോളജിയിലൊക്കെ ഉള്ള സ്പിങ്സിന് സമാനമായിട്ടുള്ള ഒരു ദിവ്യജീവിയാണ് പുരുഷമൃഗം. പരമശിവന്റെ കടുത്ത ഭക്തനായിട്ടുള്ള ഈ ജീവി രാജസൂയ യജ്ഞത്തിനിടെ ഭീമനെ ഒരു ഓട്ട മത്സരത്തിന് വെല്ലുവിളിക്കുകയാണ്. അതിൽ വിജയിച്ചാൽ അതിൽ ഭീമൻ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ പുരുഷമൃഗം വിജയിച്ചാൽ ഭീമനെ ഭക്ഷിക്കുമെന്ന് ഒരു പ്രഖ്യാപനം നടത്തും. അപ്പോൾ രാജസൂയ യജ്ഞം വിജയകരമായി പൂർത്തിയാക്കുന്നതിന് പുരുഷമൃഗത്തിൻ്റെ സാന്നിധ്യം അത്യാവശ്യമായിരുന്നു. അതിനാൽ ഈ ജീവിയെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഭീമനെ ആണ് നിയോഗിച്ചത്. ശ്രീകൃഷ്ണൻ ഭീമനെ നിയോഗിച്ചു. അപ്പോൾ ഈ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ജീവിയെ സമീപിച്ചപ്പോൾ ഈ ജീവിയെ ഒരു നിബന്ധന ആണ് വെച്ചത്. തലസ്ഥാന നഗരിയിലേക്കുള്ള ഓട്ടത്തിൽ ഭീമനെ തോൽപ്പിച്ചാൽ ഭീമനെ ആ ജീവി ഭക്ഷിക്കും. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭീമന്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ശിവലിംഗങ്ങൾ നൽകി ഭീമന്. അപ്പോൾ ഓട്ടത്തിനിടയ്ക്ക് ഭീമൻ ഓരോ ശിവലിംഗങ്ങൾ താഴെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ ശിവലിംഗങ്ങൾ താഴെ വയ്ക്കുമ്പോൾ ഈ പുരുഷമൃഗം ശിവന്റെ കടുത്ത ഭക്തനാണല്ലോ. അപ്പോൾ അവിടെയെല്ലാം ഓരോ തവണ ശിവലിംഗം കാണുമ്പോഴും ശിവഭക്തനായ പുരുഷമൃഗം അവിടെ നിന്ന് പൂജിക്കാൻ വളരെ നിർബന്ധനാകുന്നുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് താമസം ഉണ്ടായി. കാരണം അത്രയ്ക്ക് വേഗതയാണ് ഈ പുരുഷമൃഗത്തിന്. അപ്പോൾ ഇതിലൂടെ ഭീമൻ കുറച്ച് മുന്നിലെത്താൻ വേണ്ടിയിട്ട് ഭീമന് അത് സഹായമായി. എന്നാൽ നഗരത്തിൻ്റെ അതിർത്തിയിൽ വെച്ച് എത്തിയപ്പോഴത്തേക്കും ഭീമൻ ഈ പുരുഷമൃഗം ഭീമൻ്റെ ഒരു കാലിൽ കയറി പിടിച്ചു. അപ്പോൾ ഞാനാണ് ആദ്യം എത്തിയത് എന്നുള്ളൊരു ക്ലെയിം അദ്ദേഹം ഉന്നയിച്ചു. അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു തർക്കത്തിലിടയായി. അപ്പോൾ യുധിഷ്ഠിരൻ ഒരു വിധി കൽപ്പിച്ചു. ഭീമന്റെ പകുതി ശരീരം പുരുഷമൃഗത്തിന് അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു വിധി പുറപ്പെടുവിച്ചു. അപ്പോൾ ഇതിൽ വളരെ സംതൃപ്തനായ പുരുഷമൃഗം
ഭീമനെ ഭക്ഷിക്കുകയൊന്നും ചെയ്തില്ല, പകരം ഭീമനെ വിട്ടയക്കുകയും പിന്നീട് പാണ്ഡവരുടെ ഒരു സഹായിയായി മാറി ചെയ്തതായിട്ടാണ് ഐതിഹ്യം. ഈ പുരുഷമൃഗത്തിന് ചിദംബരം ക്ഷേത്രവുമായിട്ടും വളരെ ബന്ധമുണ്ട്. ഈ യജ്ഞത്തിന് ശേഷം ചിദംബരം ക്ഷേത്രത്തിൻ്റെ കവാടം കാക്കാൻ പുരുഷമൃഗത്തോട് നിർദ്ദേശിക്കപ്പെട്ടു. അപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനെ ശുദ്ധീകരിക്കുന്നതിന് ഇന്നും അത് ചിദംബരം ക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട്. ശിവന് വേണ്ടി നമ്മൾ വിഷ്ണുനാമം ജപിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഒരു പ്രത്യേകത. മഹാശിവരാത്രി നാളിൽ ആയിരക്കണക്കിന് ഭക്തരോ കാവ്യവസ്ത്രം ധരിച്ച് കയ്യിലൊരു വിശറിയുമായിട്ട് 100 കിലോമീറ്ററിലധികം നഗ്നപാതരെ 12 ശിവക്ഷേത്രങ്ങൾ വഴി അവർ ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മന്ത്രം ശിവക്ഷേത്രങ്ങളിലേക്കാണ് ഓടുന്നതെങ്കിലും ഭക്തർ ഗോവിന്ദ ഗോപാല എന്ന വിഷ്ണുനാമമാണ് ജപിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം ഭീമന്റെ ഓട്ടത്തെ അനുസ്മരിക്കാനും ദൈവങ്ങൾക്കിടയിൽ വ്യത്യാസമില്ലെന്നുള്ള ഒരു തത്വം ഉയർത്തിപ്പിടിക്കുവാനുമാണ് ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇനി ഈ ഓട്ടത്തിന് ആദികേശവ പെരുമാളുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയാം. ഇതിൽ 12 സാളഗ്രാമങ്ങളാണല്ലോ ഈ ഇദ്ദേഹത്തിന് കൊടുത്തത്, ഈ ഭീമന് കൊടുത്തത്. അപ്പോൾ അവിടെ എല്ലാം ക്ഷേത്രങ്ങളുണ്ടായി. ശിവനെ അവിടെ അതെല്ലാം സ്ഥാപിച്ച സ്ഥലങ്ങളിലെല്ലാം ക്ഷേത്രങ്ങളുണ്ടായി. 12ാമത്തെ ക്ഷേത്രം തിരുനട്ടാലം ആണ് 12ാമത്തെ ക്ഷേത്രം. എങ്കിലും തിരുവട്ടാർ ആദികേശവ പെരുമാൾ ദർശനത്തോടെ മാത്രമേ ഈ തീർത്ഥാടനം പൂർത്തിയാകൂ എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഐതിഹ്യമനുസരിച്ച് ആദികേശവ പെരുമാൾ കേശൻ എന്ന അസുരനെ വധിച്ച് അവൻ്റെ മേൽ പള്ളി കൊണ്ടു. അപ്പോൾ അസുരൻ രക്ഷപ്പെടാതിരിക്കാൻ ശിവലിംഗങ്ങളെ പെരുമാൾ ക്ഷേത്രത്തിന് ചുറ്റും കാവൽ നിർത്തിയെന്നാണ് വിശ്വാസം. അപ്പോൾ അതിൻ്റെ സമാപനം എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ 12 ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷം ഭക്തർ ആദികേശവ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നു. ശിവപൂജയുടെ ഒരു പുണ്യം വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതോടെ ആത്മീയമായ ഈ വട്ടം പൂർത്തിയാകുന്നു. അപ്പോൾ 12 ശിവാലയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തിരുമല ക്ഷേത്രത്തിലാണ് തുടങ്ങുന്നത്. പിന്നീട് തിക്കുരിശി, തിരുപ്പരപ്പ്, തിരുനന്ദിക്കര, പൊന്മാന, പന്നിപ്പാകം, കൽക്കുളം, മേലങ്കോട്, തിരുവിടൈക്കോട്, തിരുവിതാംകോട്, തിരുപ്പന്നിക്കോട്, തിരുനട്ടാലം, ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. അതിനുശേഷം അന്തിമ ലക്ഷ്യം തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രമാണ്. അപ്പോൾ ഭക്തജനങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു മഹാക്ഷേത്രം തന്നെയാണ് തിരുവട്ടാർ ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രം.